കുഞ്ഞമ്മേ. മാളു വാ, മുകളിലേക്ക് പോവാം. കുഞ്ഞമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്കും മാളു. അമ്മയുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തീർന്നില്ലേ? ചേച്ചിക്ക് എന്ത് പ്രശ്നം? ഒരു പ്രശ്നമല്ലല്ലോ, ചേച്ചി ഓക്കെയാണ്. ഇത് തന്നെ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോഴും അമ്മ എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ പുറത്ത് നിന്നപ്പോഴേ മായമ്മ അമ്മയോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടായിരുന്നു. അമ്മ മായമ്മയെ പേടിച്ചിരിക്കുകയാണ്, അല്ലേ കുഞ്ഞമ്മ? ഏയ്, അങ്ങനെ പേടിയൊന്നുമില്ല. ഞാനെല്ലാം കേട്ടായിരുന്നു കുഞ്ഞമ്മ. അപ്പനെയും കുഞ്ഞമ്മയും അമ്മയൊക്കെ കളിയാക്കുന്നത്. ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയ ജോലിയല്ലേ, അതിനെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയായിരിക്കും. അമ്മ പേടിച്ചിരുന്നാലും മായമ്മ ജോലി കളയും, അല്ലേ? അതെ. ഇപ്പൊ പേടിക്കാതിരുന്നാലും മായമ്മ ജോലി കളയും, ശരിയല്ലേ? ആ, അപ്പൊ പേടിക്കാതിരുന്നാ കറക്റ്റ്. നീ എന്തോ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. വാ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. വാ വാ, എൻ്റെ കൂടെ വാ. പരിഹാരമില്ലാത്ത കാര്യമുണ്ടോ മോളെ? നല്ലപോലെ ആലോചിച്ച് എന്തിലൊരു പരിഹാരം കാണാം. എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അച്ഛാ. 2 ദിവസമായി മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ച് ചീത്ത പറയുന്നു. അമ്മ, അമ്മയ്ക്കൊരു പ്രശ്നമില്ലാന്ന് അമ്മ 2 ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട്. പക്ഷെ അമ്മ നല്ല മൂഡ് ഓഫാ. എനിക്കെല്ലാ കാര്യം മനസ്സിലായി. ഞാനല്ല, അവള് പുറത്തുനിന്ന് കേട്ടതാ. നിങ്ങൾ ഇത്രയും വലിയ വലിയ ആൾക്കാരോട് എൻ്റെ ഐഡിയ പറഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം. നിങ്ങൾ 3 പേരും മായമ്മ വെല്ലുവിളിച്ചതുകൊണ്ട് നിങ്ങൾ 3 പേരെ ടെൻഷൻ പിടിപ്പിക്കാനേ മായമ്മ ശ്രമിക്കുന്നുള്ളൂ. നിങ്ങൾ മാക്സിമം പേടിക്കുന്നുണ്ട് മായമ്മ സന്തോഷിക്കും. നമ്മൾ പേടിക്കാതിരുന്ന പോലെ. കുഞ്ഞ് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് എന്നെ എന്നും വിളിച്ച് ഉപദ്രവിക്കുന്നത്. അതും പോരാഞ്ഞ് ഓഫീസിലേക്കും വരവ് തുടങ്ങി. വരട്ടെ അമ്മ, അമ്മ ഒന്നും കാര്യാക്കണ്ട. ഇത്രയും നടന്നിട്ടും അമ്മയ്ക്കൊരു കുലുക്കമില്ലെന്ന് അറിയുമ്പോൾ മായമ്മ കൺഫ്യൂസ്ഡാ. എന്തോന്ന് കൺഫ്യൂഷൻ? ഒരു കൺഫ്യൂഷനും ഇല്ല. അവരൊറ്റയടിക്ക് ജോലി അങ്ങ് കളയും. ഒരിക്കലും ഇല്ല. ഈ മായമ്മയില്ലേ, ഈഗോയുടെ ഒരു ആശാട്ടിയാണ്. അവര് പേടിപ്പിച്ച അമ്മ പേടിക്കണം, അതാണ് അവർക്ക് വേണ്ടത്. ഈ ജോലി കളയുന്നൊക്കെ പറയും, പക്ഷെ ഒരിക്കലും കളയത്തില്ല. അപ്പൊ മായമ്മയ്ക്ക് ഒരു വാശിയും കൂടെ ഉണ്ടാവും. അമ്മ തന്നെ അമ്മയുടെ ജോലി റിസൈൻ ചെയ്യണോ? ഇതവര് പലവട്ടം പറയാറുണ്ടല്ലോ. അത് സൈക്കോളജി. അമ്മ, മായമ്മയെ നമ്മൾ എതിർക്കുന്നു. അമ്മ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്താലും അതിന്റെ പേരിൽ എന്നെ അച്ഛനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല മായമ്മ. കാരണം ഞാനും അച്ഛനും മാളിയൊക്കെ തറവാട്ടിലുള്ളതല്ലേ. പിന്നെ അമ്മ ഇത്ര പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ അമ്മയെ സഹായിക്കില്ലെങ്കിലും വേറെ ആരെങ്കിലും ഒരാൾ കാണും. പിന്നെ അമ്മയ്ക്ക് വെറുതെ കിട്ടിയ ജോലിയൊന്നുമില്ലല്ലോ ഇത്. 15 വർഷം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ജോലിയല്ലേ. അങ്ങനൊന്നും അമ്മയെ ദൈവം കൈവിടില്ലമ്മ. എടി പെണ്ണേ, നീയാള് കൊള്ളാലോ. നീ ഒന്ന് മെച്ചൂർഡായിട്ടാ സംസാരിക്കുന്നേ. എന്നാ വാ അമ്മ. എങ്ങോട്ട്? മായമ്മയെ കാണാൻ. അത് വേണോ മാളു? അത് വേണം മോളെ. പേടിക്കുന്നു തോന്നിയാൽ അവർ വീണ്ടും വീണ്ടും പേടിപ്പിച്ചുകൊണ്ടിരിക്കും. തിരിച്ചടിക്കുന്നു തോന്നിയാ ശത്രുക്കൾ പോലും ഒന്ന് പേടിക്കും.